ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഫുഡ് മേളയാണ് കേട്ടോ. റംസാനൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് മേളയാണിത്. ഇത് നമ്മുടെ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ശൃംഗാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗേറ്റ് ഉണ്ട്. ശൃംഗാർ എന്ന് പറഞ്ഞിട്ട് ഗേറ്റ്, അവിടെ കുറേ പാലസിന് കണ്ടില്ലേ, ശൃംഗാർ പാലസിൻ്റെ സറൗണ്ടിങ് കുറേ ഇതേപോലെയുള്ള എൻട്രൻസ് ഉണ്ട്. ഓരോ എൻട്രൻസിലും വലിയ വലിയ ഹാളുകളാണ് ഉണ്ടാക്കിയാണ്. ഈ മാരേജ് ഫംഗ്ഷനും അതുപോലെ വലിയ വലിയ പ്രോഗ്രാംസൊക്കെ, അവാർഡ് പ്രോഗ്രാം അങ്ങനെയൊക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ള വലിയ വലിയ ഹാളുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ശൃംഗാർ പാലസ് എന്ന് പറഞ്ഞാൽ ഈ 8ാമത്തെ ഗേറ്റ്. ഇതിൻ്റെ അകത്തൊരു ഫുഡ് മേള നടക്കുന്നുണ്ട് റംസാൻ്റെ. ഈ റംസാൻ തുടങ്ങിയപ്പോൾ ഈ മാസം 30-ാം തീയതി വരെ ഉണ്ട് ഈ ഫുഡ് മേള. അപ്പോൾ അതൊന്ന് പോയി കണ്ട് അതൊന്ന് നോക്കി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഈവനിങ് ആണ്, ഇപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത്. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ വെക്കാനൊക്കെ ഇഷ്ടംമാതിരി പാർക്കിങ്ങിന് ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്, കാറും ബൈക്കൊക്കെ നിർത്താനായിട്ട്. അത് കാരണം എന്തോരം ആൾക്കാർ എത്ര വണ്ടി കൊണ്ട് വന്നാലും നിർത്താം. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ, പാർക്കിങ് എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ്. ഇത് ശൃംഗാർ പാലസ് എന്നാണ് ഈ ഹാളിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ ഫുഡ് മേളയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് അകത്തൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ അത് കണ്ടില്ലേ, എത്ര കാറ്, ഈ ആൾക്കാർ ടാക്സിയിലൊക്കെ വരുന്നുണ്ട്, അതുപോലെ ബൈക്കിൽ ഒക്കെ എത്ര ആൾക്കാർ വന്നാലും അവർക്ക് പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നേക്കണത്. പക്ഷേ നമ്മളുടെ വീടിൻ്റെ അടുത്താണ് ഈ സ്ഥലം. പാലസ് ഗ്രൗണ്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഒരു 3-4 കിലോമീറ്റർ വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു 8ാമത്തെ ഗേറ്റാണിത്, ശൃംഗാർ പാലസ് എന്ന് പറഞ്ഞിട്ട് ഈ എൻട്രൻസ്. ഇത് അതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസാണിത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ലൈറ്റിങ് സെറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഉള്ളിലോട്ട് പോകണ വഴിയാണിത്, നടന്നു പോകണം. ഞാൻ എൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വേണം ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള പരിപാടികളെന്നൊക്കെ കാണാൻ. ഫുഡ് മേള എന്നാണ് ബോർഡും പിന്നെ ഇതിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കണ്ടത്. 30 ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞു, ഈ മാസം 30-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ ഇതാണ്, ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട്, പോകണുണ്ട് കേട്ടോ. വന്ന ആൾക്കാർ കണ്ടും കഴിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ അതേ അപ്പയുടെ സ്റ്റാളാണ്, അതെ നമ്മുടെ മുറുക്കാട് സ്റ്റാളാണ് കേട്ടോ. ഇതെന്താണെന്ന് കാണാൻ നമുക്ക് എന്താണെന്ന് ചോദിക്കാം. പക്ഷെ ഭയങ്കര സൗണ്ടാണ് ഈ പുറത്ത് കേട്ടോ. അത് കാരണം ശരിക്കും അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് മൈക്കൊന്നുമില്ല. അപ്പോൾ ഇതെന്താണ്, എന്താ വില എന്താണെന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് സംസാരിച്ചിട്ട് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്കിത് ബുർക്കയൊക്കെ മേടിക്കാം. ഇവിടെ 900 റുപ്പീസാണ് ഏതെടുത്താലും അവിടെ ബോർഡുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് നിൽക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാം. അവിടെ വരുമ്പോൾ അപ്പോൾ ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക്, ഡ്രസ്സുകളും അതൊക്കെ. आपका दुकान का नाम कुछ है? भैया आपका नंबर कुछ डालना। ऑनलाइन में है तो ऑनलाइन में ऑर्डर करते तो मैं डिलीवरी करते हैं। 9035 47 9622। അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ ഒരു അയച്ചു തരുമെന്ന് പറഞ്ഞ്, അപ്പോൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ചീപ്പായിട്ടുണ്ട്, നല്ല സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നല്ല ഷാൾസൊക്കെ ഉണ്ട് കേട്ടോ, 100 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. നമ്മൾ 2 മേടിച്ചു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാഴ്ചകൾ ഓരോ സ്റ്റാളിൽ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാം. ഇത് മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റാളാണ് കേട്ടോ. ഈ സിൽവറും പിന്നെ ഗോൾഡ് പ്ലേറ്റിങ്ങും അതൊക്കെയുള്ള അങ്ങനെയുള്ള ഓർണമെൻറ്റ്സുകൾ, കാതിലേക്കും കഴുത്തിലും കയ്യിലൊക്കെ വളയിലൊക്കെ. അപ്പോൾ അവരുടെ സ്റ്റാളിനെ പറ്റി അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വന്നൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, വാങ്ങിക്കാം. അവർ ഇമെയിൽ ID ഫോൺ നമ്പറൊക്കെ തരും. അപ്പോൾ അത് നോക്കി ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിലും മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവരുടെ കടനെ പറ്റി അവരെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. വലൈക്കും അസ്സലാം. तो यहाँ पे हमारा स्टॉल है, हमारे पास सब तरह का कलेक्शन मिल जाता है. ये सब अमेरिकन डायमंड में है, जो ईद के लिए शॉपिंग कर सकती है, जो भी है मैचिंग ज्वेलरी ले सकती. तो इसमें सब फ्लैट 30% डिस्काउंट मिल जाता है. और इसके बाद हमारे पास ऐसे गोल्ड प्लेटेड बैंगल्स हैं, ये बहुत पसंद आता है लेडीज़ को में. तो इसके भी प्राइस
प्राइसेस बहुत रीजनेबल है, 6 मंथ वारंटी आता है, आराम से ओके। और क्या रेंज से है मैडम सब कुछ? क्या रेंज से स्टार्ट हो जाता है, 99 रुपीज़ से स्टार्ट होता है। Okay. तो एंड हमारा ऑलमोस्ट 4500 तक है। ओके बट प्राइसेस बहुत रीजनेबल ओके। बार्गेन कुछ कर सकते हैं इधर? है, प्राइसेस देखना उनके बिलिंग के ऊपर जाता है। मेरा नंबर भी कर दो। आपका दुकान नंबर बोल डालो। हाँ, हमारा- आप ऑनलाइन भी है आप? हमारा इंस्टाग्राम आईडी है हाज ज्वेलरी, HAJ हाज, हाजिरा मेरा नाम है और मेरे ब्रांड का नाम है हाज, तो हाज ज्वेलरी। थैंक यू। താങ്ക് യു വെരി മച്ച്. ഇപ്പുറത്ത് വന്നിട്ട് ആ അപ്പോൾ അവർ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കടയിലത്തെ സാധനങ്ങൾ. പിന്നെ അവരുടെ കടയിൽ 90 റുപ്പീസ് തൊട്ട് 4500 വരെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ സാധനങ്ങൾ നമ്മൾ എത്ര മേടിക്കണം അതിൻ്റെ ബില്ലിംഗ് അനുസരിച്ച് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അമേരിക്കൻ ഡയമണ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു തുണിക്കടയാണ്. ടോപ്സും പിള്ളേർ കൊച്ചുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഉള്ളത് എല്ലാം ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ ഫുഡ് മേളയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ കാണാൻ ആവശ്യമുള്ളതൊക്കെ മേടിക്കാം. ഇപ്പോൾ റംസാനും പെരുന്നാളിൻ്റെ ഇതൊക്കെ അല്ലേ. ഇത് ഫ്ലേ ടു വിൻ, ഇത് കളിക്കണത് മറ്റേ ബോളൊക്കെ ഇത്ര ബോൾ മേടിച്ചിട്ട് ഇങ്ങനെ ഇടുക, ഒരു ബോക്സ് പോലത്തെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൽ അത്ര ബോൾ വീണു അത്ര അനുസരിച്ച് നമുക്കിവിടെ വിന്നാകും. അപ്പോൾ അവരെ ഗിഫ്റ്റ് തരും വെച്ചേക്കണല്ലേ. അങ്ങനെ ഒരു ഗെയിമിൻ്റെയാണ്. പക്ഷെ നിറയെ ലേഡീസ് അവിടെ നിൽക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലേ വിന്ന്. അങ്ങനെയുള്ള പല പരിപാടിയും ഉണ്ടാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ. വന്നാൽ നല്ല ടൈം പാസ്സാണ്. ഇത് കണ്ടോ ബഫേ കണ്ടോ, അൺലിമിറ്റഡ് ബഫറ്റാണ്. ജസ്റ്റ് ഫോർ 699 ആണ്. എത്ര ഐറ്റംസ് ഉണ്ട് നോക്ക്, അടിപൊളിയാണ് കേട്ടോ. കണ്ടമാനം ഐറ്റംസ് ഉണ്ട്. എത്ര ഉണ്ടെന്ന് അവിടെ പോയി കാണിക്കും, ബോർഡിലുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പരിപാടി, എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെയാണ് ഈ എഴുതി വെച്ചാൽ താഴ്ത്തിട്ടാ എന്തൊക്കെ സ്റ്റാളുകളുണ്ടെന്ന്. ഇതാണ് ഇപ്പോൾ പുറത്തുള്ളത് പാനിപ്പൂരി. ഇത് പുറത്തുള്ള സ്ഥലമാണ്. ഇതാണ് ഫുഡ് മേളയുടെ മെയിൻ ഫുഡിൻ്റെ ഏരിയ ഇതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കുറച്ച് അങ്ങനത്തെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് മേള എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ടുള്ള സാധനം. ഇത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഷീക്ക്, കബാബ്, ഫാല്, അങ്ങനെയുള്ള സാധനങ്ങൾ ബീഫിൻ്റെ ചിക്കൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ലവേഴ്സ്ക്ക് കഴിക്കണവർക്കാണെങ്കിൽ നല്ലൊരു ഇഷ്ടംമാതിരി ഐറ്റംസ് കൂടി ഉണ്ട്. ഗ്രീന് കബാബ്, റെഡ്, യെല്ലോ, അങ്ങനെ പല വിധത്തിലുള്ള കബാബുകൾ ബീഫിൻ്റെ ഒക്കെ ഉണ്ടാവും. ഇത് പത്തരക്കോഷാണ്. നോക്ക് കല്ലിൻ്റെ മുകളിൽ കേട്ടാ ഈ പാലൊക്കെ ഫ്രൈ ചെയ്യണത്. ഇതൊരു ഡിഫറെൻറ്റ് ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഹൈദരാബാദിലൊക്കെ ഇവിടെയുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് കഴിക്കാൻ നിങ്ങൾക്ക് പിന്നെ മേടിക്കാം. ഇത് കല്ല് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വലിയൊരു കല്ലാണ് കേട്ടോ. ആ കല്ലിൻ്റെ മുകളിലാണ് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റി സാധനമാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല അടിപൊളി സാധനമാണ്. 250 രൂപയാണ് ഒരു പ്ലേറ്റ്. പിന്നെ അതുപോലെ കണ്ടില്ല ആൾക്കാർ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 7-8 മണി സമയത്താണ്. ഇനി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. രാത്രി 1 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഈ ഫുഡ് മേള. അതുമാതിരി പല സൈസുള്ള ഫുഡുകൾ, പല സൈസുള്ള ഐറ്റങ്ങൾ കിട്ടും നമുക്ക്. ഫുഡ് ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല അതിന് പറ്റിയൊരു സ്ഥലമാണ്. നല്ല ടൈമാണ് ഇപ്പോൾ. ഇഷ്ടത്തിന് വന്ന് കഴിക്കാം. ഓക്കെ. ഇത് പിന്നെ ജ്യൂസ്, കരിമ്പ് ജ്യൂസ്, വേറെ ജ്യൂസുകൾ അങ്ങനെയൊക്കെ ഇവിടെ കിട്ടും. ജ്യൂസ് ഐറ്റംസ് എല്ലാം നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുവാണ് കേട്ടോ. അല്ലാണ്ട് ഉണ്ടാക്കി വെച്ചോന്നല്ല. അത് കാരണം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലാണ് നമുക്ക് കാണാൻ അതിലുണ്ടാക്കി തരും നമുക്ക്. അതുപോലെ സ്വീറ്റ്സ്, ഈ സ്റ്റാൾ മുഴുവൻ ഇങ്ങോട്ട് ഉണ്ടെങ്കിലാണുള്ളത്. ജിലേബി, വേറെ സൈസിലുള്ള ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി വെച്ച്, ചായ, ഇത് ജിലേബി, സമോസ, അങ്ങനെ നമുക്കങ്ങനെ കഴിക്കാനുള്ള പല പല ഫുഡ്. ഇത് ബദാം പാലാണ് ഒക്കെ റെഡിയാണ് കേട്ടോ. അങ്ങനെ കഴിക്കണവർക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതൊരു ഫ്രൂട്ട് സ്റ്റാളാണ് കേട്ടോ. ഈ ഫ്രൂട്ട്സിൻ്റെ സലാഡും അതും ഇതും അവിടെ നിന്ന് ഫ്രഷ് ജ്യൂസും ഒക്കെ ഉണ്ടാക്കി തരും അവർ. അങ്ങനെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടത് തുർക്കിഷ് ഐസ്ക്രീം. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ ഐസ്ക്രീം, ആളെ പറ്റിക്കണ പരിപാടി. ഒരു ഇത് കണ്ടിട്ട് കാണുകയാണ്. ഒരു പെണ്ണിന് ഒരു ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് എന്താ കാണിക്കണം നോക്കും.
ഭയങ്കര സ്പീഡ് വർക്കാണ് കേട്ടോ ഉണ്ട്. ഭയങ്കര ഇതാണ്. നമ്മൾ നോക്കി നിന്ന് നമ്മളെ പറ്റിക്കും. നമ്മുടെ കയ്യിൽ തരുമ്പോൾ അതിൽ ഐസ്ക്രീം ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാരെ എത്ര നേരം പറ്റിച്ചിട്ടാണ് ഒരു ഐസ്ക്രീം കൊടുക്കുന്നത് അറിയും. ഇതിൻ്റെ തൊട്ടടുത്ത് കുട്ടികൾ കളിക്കുന്ന പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അതാണ് ഭയങ്കര സൗണ്ട് പിള്ളേർ കളിക്കുന്നതിൻ്റെയൊക്കെ. അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നാലും നല്ല ടൈം പാസ്സാണ്. അവർക്കൊരു നല്ല എൻജോയ്മെൻ്റാണ്. രാത്രിയിൽ നോമ്പൊക്കെ വെച്ചിട്ട് പിള്ളേരൊക്കെ ടയർഡായിട്ടൊക്കെ അവർക്കും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്ക് ഐസ്ക്രീം നോക്കി എത്ര നേരം നോക്കി കൊടുക്കാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കും. ഇതാണ് കേട്ടോ പിള്ളേർ കളിക്കുന്ന പ്ലേ ഏരിയ. അവിടെ കുട്ടികളെ കളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ റൗണ്ട് അടിച്ചൊക്കെ നടക്കാം. അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് കുട്ടികളെ അങ്ങോട്ട് വിടാം. അങ്ങനെ അത് കളിക്കാൻ കുട്ടികൾ കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അവിടെ. അത് നമ്മുടെ ഈ ഉത്സവ സ്ഥലത്തിലൊക്കെ വരുമല്ലോ. അതേപോലത്തെ ഒരു ചെറിയൊരു പരിപാടിയാണ്. ഒരു മാസത്തിൻ്റെ പരിപാടിയാണ് ഇത്. ഇവിടെ നോമ്പ് തുടങ്ങിയതാണെങ്കിൽ ഇപ്പോൾ നോമ്പ് തീരുന്നവരെ ഈ മാസം 30 വരെ ഉണ്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ പരിപാടിയും ഈ ഫുഡ് മേളയും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാത്തവർ വരാത്തവരൊക്കെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് കണ്ടുവന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടോ. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയുന്ന സ്ഥലമുണ്ടല്ലോ പാലസ് ഗ്രൗണ്ട്. പാലസ് ഗ്രൗണ്ടിൽ ഗേറ്റ് 8 ശിങ്കാർ പാലസ് എന്നാണ് ഈ ഗേറ്റിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഇതുപോലെ ഇഷ്ടംമാതിരി വെറൈറ്റി ഫുഡുകളുണ്ട്. അതൊക്കെ കഴിക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കുട്ടികൾക്ക് നല്ല ടൈം പാസിന് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി നമുക്ക് ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്കൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തേ. ഇവിടെ തന്തൂരി ഉണ്ടാക്കേണ്ട ഒരാൾ തന്തൂരി അടുപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞാനില്ല കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. ആൾക്കാർ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത് രാത്രി 1 മണി വരെ ഉണ്ടാവുന്നല്ലോ പറഞ്ഞു. അത് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു 7:00-ക്കാണ് അവിടെ പോയത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടെടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ട് വരും. കുറച്ച് സാധനം അടിപൊളിയാണ് കേട്ടോ. മോളിലേക്ക് വലിച്ചെറിയാണ്. ഫുഡ് സീ ഫുഡും ഉണ്ട് കേട്ടോ. ഫിഷൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടവർ പല വിധത്തിലുള്ള മീനുകളുണ്ട്. പിന്നെ നല്ല പോക്കാണ് കേട്ടോ. നല്ല നല്ല ഇതാണ് ഈ ഷീക്ക് പാലൊക്കെ ഉണ്ടാക്കണതിൻ്റെ അടിപൊളിയാണ്. പിന്നെ അധികം ചൂടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് കുറച്ച് ദിവസം ഇപ്പോൾ കുറച്ച് ചൂട് കുറവാണ്. ഇതുണ്ടോ നമ്മൾ ഏതൊക്കെ സാധനം ഓർഡർ ചെയ്യണം അതൊക്കെ അവരെടുത്തിട്ട് പിന്നെ രണ്ടാമത് നമുക്കത് നന്നായിട്ട് ചൂടാക്കി തരും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ ഓർഡർ ചെയ്ത് കൊടുത്തത് അവർ എല്ലായിടത്തും ഒരു പ്ലേറ്റ് വെച്ച് റെഡിയാക്കിയിട്ട് അത് ചൂടാക്കാൻ കൊണ്ടുപോവാണ്. പിന്നെ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീൻ്റെ ഗ്രൗണ്ടില്ലേ അതൊക്കെ ഗ്രിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാതിരി ഫിഷിൻ്റെ വേറെ വലിയ വലിയ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചിക്കനാണ്, KFC പോലത്തെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇത് പിന്നെ ബിരിയാണിയാണ്. ബിരിയാണിയുടെ സ്റ്റാളാണിത്. ബിരിയാണി ദാവത്താണിത്. രണ്ടില്ലേ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണിയാണ്. കാൻസ് ദാവത്ത്. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. 229 രൂപ, 399 രൂപ കേട്ടോ. 399 മട്ടണക്ക്. ചിക്കനക്ക് 299 രൂപ, മട്ടണക്ക് 399 രൂപ. അതുകൊണ്ട് ഇതേ പ്രോൺസാണ് കേട്ടോ. ഈ ഫിഷാണ്. ഇതൊക്കെ മീനിൻ്റെയാണ്. Special gyros prawns, 1 kilo and nothing only, no palm oil. We care for you. Special gyros, Palace Ground special, Palace Ground special. सोडा जी काबिल को पूछ रहा हूँ. सोडा मोहम्मद का अविल 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 मिल्क है हाँ केरला का फेमस ड्रिंक हाँ वही हाँ अविल അവിൽ പാൽ. കേരളത്തിൻ്റെ അവിടെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സർബത്ത്, അവില്. ഇത് കേരളത്തിൻ്റെ മലയാളീസിൻ്റെ സ്റ്റാളാണ് കേട്ടോ. അവില് വന്നിട്ട് മനസ്സിലാവുന്നില്ല. കുലുക്ക് സർബത്തിൻ്റെ ഉണ്ട്. കുടിച്ചോ ഒന്നെടുക്കട്ടാ. പച്ച വാങ്ങാൻ്റെ ബൂസ്റ്റിനുണ്ട്, പച്ച വാങ്ങാനുണ്ട്. എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ. ആ പറഞ്ഞു പറഞ്ഞു. അവിൽ മിൽക്ക് ഉണ്ട്. വീട്ടിലുണ്ടാണ്. നിങ്ങൾ കഴിച്ചോ? അല്ല പറയാം എന്താന്ന് പറയാം. പിന്നെ ഈ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. മൊഹബത്ത് കാ അവിലുണ്ട്. ബാംഗ്ലൂരത്തെ മൊഹബത്ത് കാ അവിൽ, ഓക്കെ. അവിൽ മിൽക്ക്.
പിന്നെ കുൽക്കി ഷർബത്ത് ഉണ്ട്, പിന്നെ നമ്മളെ സി ഐറ്റം. സ്റ്റാൾ ഏതാണ്? 36 സ്റ്റാൾ നമ്പർ 36 അല്ലേ? ഓക്കെ ഓക്കെ മോനെ, താങ്ക് യു. ഹൽവ ഹൽവ അല്ല क्या हलवा है ये? ये शाही टुकड़ा हैदराबाद का स्पेशल मीठा है, डबल की मीठा है. ये तम रूट है, ड्राई फ्रूट मिल्की चीज़ की वो पूरा डाल के बना है. वो रसमलाई है, वो गुलाब जामुन है, ये ब्लू लाइम है, ये मोहब्बत का शरबत है. താങ്ക് യു, ശുക്രിയ. जबरदस्त है. ഇത് വേണമല്ലേ ഈ ചെറിയ ആൾക്ക് കൊടുക്കാണ്. ചെറിയ ആൾക്ക് കൊടുക്കാൻ ഇതെന്താ വന്നത്? വടിയിൽ വെച്ചോ. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കുത്തി വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ തൊലി പൊളിക്കുന്ന നല്ല മസാലയിലും ये मीन അടിപൊളി മീനൊക്കെ മസാല പറ്റിയിട്ടുണ്ട്. വലിയ വലിയ മീനാണ്, ഫുൾ മീനാണ് വെച്ചേക്കണ കേട്ടാ. ചെക്കൻ്റെ കൂടെ അടിപൊളിയാണ്. कितना ये फिश है? ये फिश कितना है? 400 ये वाला ये भी चाहिए, ये 500. प्रॉन्स ये 400 की बोनलेस आता है, इसमें कांटे की क्या भी नहीं आते. हाँ 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 बोनलेस है. बोनलेस 500 पीस, ये 200 रुपये. ये 200 क्या है? चिकन दोनों चिकन. हाँ, एक हाँ, एक का 200. 200 एक. 5 पीस. स्वीट स्वीट और शाही ഇതൊക്കെ സ്വീറ്റ്സ് ആണ് കേട്ടോ. അതാണ് സ്വീറ്റ്സിൻ്റെ ട്രേ ആണ് അതൊക്കെ. നിറയെ ഫുഡിൻ്റെ സ്റ്റാളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇരിക്കാനുള്ള ടേബിള് ചെയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്രൗണ്ടിലുണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കണ്ടില്ലേ ഈ ടേബിളിൽ വെച്ച് കഴിക്കാൻ നമുക്ക് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നാൽ അതിൽ ഇരിക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടൊക്കെ ഒന്ന് വന്ന് കാണുക. അത് ഇവിടുത്തെ ഈ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. റംസാനിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കുക നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വന്ന്. അതോടൊപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങളൊന്നും ബോറടിക്കുക, ഒന്നും ബേജാറായി സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. കണ്ടില്ലേ ഇഷ്ടംമാതിരി സ്റ്റാളുണ്ട്. അപ്പോൾ ഈവനിങ് ആണ്, ചൂടൊന്നും ഉണ്ടാവില്ല, അത്ര ചൂടൊന്നും ഇല്ല അല്ലെങ്കിലും ബാംഗ്ലൂർ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് പതുക്കെ വന്നാൽ നിങ്ങൾക്ക് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് വേണമെങ്കിൽ സാറിനുള്ളതൊക്കെ കഴിച്ചിട്ട് 1 മണി വരെ ഉണ്ടാവും ഇവിടെ. പതുക്കെ പോകാൻ വിടുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. ഇത് ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിലാണ്. ഗേറ്റ് നമ്പർ 8 ശൃംഗാർ പാലസ് എന്നാണ് ഗേറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നാൽ ഫുഡ് മേള എന്ന് ഇവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പിലിട്ടാൽ കുറച്ച് ദൂരമുള്ളവർക്കൊക്കെ ഈസിയായിട്ട് വരാൻ പറ്റും. ഇത് ഷാഹി ബഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് 699 രൂപ കൊടുത്താൽ 111 ഐറ്റംസ് കൊടുക്കും. അപ്പോൾ അതിന് ഇവിടുന്ന് ടോക്കൺ എടുക്കുന്ന സ്റ്റാളാണിത്. ഇവിടെ വന്നിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ആ കർട്ടൻ കാണുന്നുണ്ട്, അതിൻ്റെ അവിടെയാണ് അതിൻ്റെ ഡൈനിങ് ഏരിയ. അവിടെ പോയിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാം. 699 രൂപയ്ക്ക് 111 ഐറ്റം കേട്ടോ. കഴിക്കണവർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അത് കാരണം വന്ന് ഇതൊക്കെ കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ വർഷത്തിലൊരിക്കലൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്, ഇങ്ങനെയുള്ള മേളകളാണ് ഇതൊക്കെ. അപ്പം മറക്കാണ്ട് മിസ് ചെയ്യാണ്ട് ഇവിടെയൊക്കെ വരിക കേട്ടോ. വന്ന് എല്ലാവരും ഒന്ന് ഫാമിലിയും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. ഈ നോമ്പിൽ റംസാനിലൊക്കെ ഇതൊരു ഭയങ്കര ഒരു നല്ലൊരു മൂമെൻറ്റ്സാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സൈഡിലുള്ള കുറച്ച് സ്റ്റാളുകളാണ് കേട്ടോ ഈ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ. ഫുഡ് മേള അവിടെ ബാക്കിലാണ്, ആൾക്കാർ പോകണില്ല, അവിടെയാണ്. ഇങ്ങനെയുള്ള ബ്രാസ്ലെറ്റുകൾ, മറ്റേ ഫിംഗർ റിങ്സ്. ഇവിടെ മെഹന്തിയുടെ ഇത് കേട്ടോ, മെഹന്തി
ഇത് കോണൊക്കെ ഇവിടെ നിന്ന് കിട്ടും, അവർ തന്നെ ഡിസൈൻ ചെയ്ത് തരുന്ന പറഞ്ഞാൽ 250 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ ഡിസൈൻ അനുസരിച്ചാണ് റേറ്റ് ഇട്ടാ. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ആൾക്കാർ അവിടെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നല്ല കോൺ ഇവിടെ മെഹന്തി കോൺ ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഹന്തി കോൺ മേടിച്ചിട്ട് പോയിട്ട് നമുക്ക് അറിയണമെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം. സ്റ്റാർട്ടിങ് 250 രൂപയാണ്. വേറെ തുണികളുടെയൊക്കെ കുറച്ച് സ്റ്റാളുകൾ, ടോപ്സ്, അങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളുകൾ കേട്ടാ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇത്, അധികം വിലയൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തൊക്കെ എടുക്കാൻ സൈസൊക്കെ. ഇത് പിന്നെ ബാഗുകളുടെ ഒരു സ്റ്റാളാണ്, ഇഷ്ടംമാതിരി ബാഗുകളുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യപ്പെട്ട സാധനം അതായത് ജീൻസുകളാണ് ഇവിടെ. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളാണ്, പക്ഷേ അവരുടെ സാധനം ഇഷ്ടംമാതിരി ഉണ്ട്. അവരുടെ താഴത്തെ സ്റ്റോക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്ത് തരും കളറൊക്കെ. ഇത് ടീഷർട്ട്സ് ഇവരുടെ അടുത്ത്, ട്രാക്സ്, ജീൻസൊക്കെ ഇവരുടെ അടുത്തുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡിൽ വേറെ അവിടെ നല്ല തിരക്കുണ്ട്. അവിടെ ലേഡീസാണ് കൂടുതൽ. കാരണം നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവർ ലേഡീസിന് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വെച്ചിട്ട് ചിലവരൊന്നും സമ്മതിക്കില്ല വീഡിയോ എടുക്കാനായിട്ട്. ഇത് ക്ലിപ്പുകളൊക്കെയാണ്, ഹെയർ ബാൻഡ് ക്ലിപ്പുകളൊക്കെ. അങ്ങനെ എല്ലാം ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും നമുക്ക് കിട്ടാം. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, ഷാളുകൾ. ഇത് ഷാളിൻ്റെ കടയാണിത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. നല്ല നല്ല ഷാളുകളാണ് കേട്ടോ. എല്ലാം ഈ ദുബായിലൊക്കെ കിട്ടുന്ന പോലത്തെ സാധനങ്ങളാണ്. നന്നായിട്ടുണ്ട്, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് ഷർട്ടുകൾ ഉണ്ടല്ലോ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, പാൻറ്റുകൾ, ജീൻസ്, അങ്ങനത്തെ അതിൻ്റെ ഒരു സ്റ്റാളാണിത്. അങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട്, കുറേ പിന്നെ കാലിയുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും സ്റ്റാൾ തുടങ്ങണമെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റാൾ ഇടാൻ പറ്റും. ഇത് പിന്നെ പെർഫ്യൂമിൻ്റെ ഊത് അത്രയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാളാണ്. ഇത് ഇതൊക്കെ ഊതാണ്. ഇത് നന്നായിട്ടുണ്ട്. ये ज़रा लाइट आती है इसमें, लेकिन बहुत अच्छी चीज़, कम दाम। ये आधा तो 600 रुपये, ये कम कर। ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് ഒരു ഊത് മേടിച്ചുട്ടാ, ഒരു 500 രൂപയുടെ. ഈ ചെറുക്കൻ്റെയാണ് കട. ഇവൻ്റെ ഉമ്മയുടെ ബിസിനസ്സാണെന്നാണ് പറഞ്ഞത്. ഇവൻ വേണമെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുമെന്ന് പറഞ്ഞു. നല്ല സാധനം വരുന്നുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. ഊത് മേടിച്ചു. തിരക്കില്ല. ഇതാണ് അവരുടെ ബ്രാൻഡ്. ഇസാസ് എന്നാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേര്. ഇത് പിന്നെ വാച്ചുകൾ, ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അങ്ങനത്തെ വാച്ചുകൾ, വലിയ വലിയ സൈസ് വാച്ചുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാളാണിത്. പല വെറൈറ്റി, പല ഡിസൈൻ, പല സൈസിലുള്ള വാച്ചുകളാണ് കേട്ടോ. ഇപ്പോഴത്തെ യൂത്തുകളുടെ ട്രെൻഡാണല്ലോ ഇങ്ങനത്തെ വാച്ചുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാളുണ്ട്. ഇത് സൺഗ്ലാസിൻ്റെ സ്റ്റാള്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.